ഡോക്ടർ ഒക്ടോവിയസ് അദ്ദേഹം ഒരു വലിയ പരീക്ഷണം നടത്താൻ പോവുകയാണ്. ഭൂമിയിൽ ഒരു സൂര്യനെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ആ ഒരു പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്തു. പക്ഷെ അതിന്റെ പരിണിത ഫലങ്ങൾ അത് വളരെയധികം വലുതായിരുന്നു. അന്നുണ്ടായ അപകടം അയാളിൽ പല മാറ്റങ്ങളും വരുത്തുകയാണ്. അതിനെ എതിർത്തുകൊണ്ട് തന്നെ സ്പൈഡർമാൻ മുന്നോട്ടേക്ക് വരികയാണ്. പക്ഷെ അയാൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ശക്തിയുടെ മുന്നിൽ സ്പൈഡർമാൻ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? സ്പൈഡർമാൻ എന്ന മൂവിയുടെ കഥ പറയുന്ന രണ്ടാമത്തെ പാർട്ടാണിത്. ആദ്യ ഭാഗം കാണാത്തവർക്കായി മുകളിൽ ഇപ്പോൾ ഒരു ഐ ബട്ടൺ വന്നാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ കാണാം. അതോടൊപ്പം തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് നേരെ രണ്ടാം ഭാഗത്തിലേക്ക് അങ്ങ് പോകാം. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഡോക്ടർ ഒക്ടോവിയസ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ നടത്താൻ പോവുകയാണ്. ചെറിയ രീതിയിൽ നടത്തിയപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ മുന്നത്തെ പാട്ടിൽ കണ്ടതല്ലേ? വലിയൊരു സ്ഫോടനവും എന്തൊക്കെയോ നടന്നവിടെ. അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് എത്തിയ സ്പൈഡർമാൻ ഡോക്ടർ ഒക്ടോവിയസിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയിരുന്നു. പിന്നീട് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന ഡോക്ടർ ഒക്ടോവിയസ് അവനിപ്പോൾ നിയന്ത്രിക്കുന്നത് അവൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു റോബോട്ടിക് ആംസ് ആണ്. സ്പൈഡർമാന്റെ കാര്യം പറയുകയാണെങ്കിൽ അവനിങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. പഠിത്തം, അവന്റെ ജോലി, അവന്റെ പ്രണയിനി എല്ലാം നഷ്ടമാകുകയാണ്, കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പീറ്റർ അത് ഉപേക്ഷിക്കുകയാണ്. അവന്റെ സ്യൂട്ട് ഒരു തെരുവിൽ രാത്രി കൊണ്ടേ കളയുകയാണ്. പിന്നീട് അവന്റെ കാര്യം നോക്കി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തെരുവിലൂടെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അവനൊന്നും മൈൻഡ് ആക്കില്ല. പോലീസിന്റെ വണ്ടി അവന്റെ മുന്നിൽ കൊണ്ട് ചീറി പാഞ്ഞു പോകുന്നതാണെങ്കിലും ഒന്ന് നോക്കി നിൽക്കുക മാത്രമാണ് പീറ്റർ ഇപ്പോൾ ചെയ്യുന്നത്. അവനത് നോക്കിയിട്ട് പിന്നെ തിരിഞ്ഞു നടക്കും. പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ കോളേജിലൊക്കെ നല്ല മാർക്കും ഗ്രേഡ്സ് ഒക്കെ ലഭിക്കുകയാണ് പീറ്ററിന്. പ്രൊഫസർ നേരിട്ട് പീറ്ററിനെ അഭിനന്ദിക്കുകയുണ്ടായി. കാരണം നല്ല പെർഫോമൻസ് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അവൻ്റേത്. ഇനിയിപ്പോൾ പീറ്ററിന് ചെയ്യാനുള്ളത് അവന്റെ കാമുകിയായിട്ടുള്ള മേരി ജെയിന് പോയിട്ട് എങ്ങനെയെങ്കിലും തന്റെ ആ ഒരു ഇഷ്ടമെല്ലാം പറയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവൻ ഒരു കാര്യത്തിൽ ഇടപെടാതെ നേരെ മേരി ജെയിൻ അവതരിപ്പിക്കുന്ന ആ ഒരു നാടകത്തിലേക്ക് പോവുകയാണ്. മേരി ജെയിനിൽ സ്റ്റേജിലിരുന്ന് ആ നാടകം എങ്ങനെ എന്താ പറയുക പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിന്റെ ഇടയിലായിട്ട് പീറ്ററിനെ കാണുകയാണ്. പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി. കാരണം ആദ്യമായിട്ടാണ് അവളുടെ ഒരു പ്രോഗ്രാം കാണാൻ പീറ്റർ എത്തുന്നത്. നാടകത്തിന്റെ ഇടയിൽ അവൾ ഡയലോഗ് വരെ മറന്നു പോവുകയാണ്. അങ്ങനെ നാടകം എല്ലാം കഴിഞ്ഞു. പീറ്ററും മേരി ജെയിൻ ഇപ്പോൾ അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ സമയത്ത് പീറ്റർ ഒരു മടിയും കൂടാതെ തന്നെ അവന്റെ ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞു. ഈ സമയത്ത് മേരി ജെയിൻ പറയുകയാണ്, ഒരുപാട് വൈകിപ്പോയി പീറ്റർ, ഞാൻ ഒരുപാട് നിന്റെ പിന്നാലെ നടന്നില്ല, ചോദിച്ചില്ല, അപ്പോഴൊന്നും നീ എനിക്ക് മറുപടി തന്നില്ലല്ലോ, ഞാനിപ്പോൾ മറ്റൊരാളുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പീറ്റർ ഇപ്പോൾ പറയുകയാണ്, മേരി ഇനി നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളാവാൻ എന്നെ കൊണ്ട് കഴിയും, ഞാൻ അതുപോലെ ഈ സമയത്ത് മേരി അതൊന്നും കേൾക്കുന്നില്ല. മേരി പറയുകയാണ്, പീറ്റർ നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല, നീ പല സമയത്തും പല കാര്യങ്ങളാണ് പറയുക. ഇപ്പൊ മേരി അവിടുന്ന് പോവുകയാണ്. പാർക്കറിന് ഇപ്പൊ നല്ല ടെൻഷൻ ആയിട്ടുണ്ട്. കാരണം മേരി മുഴുവനായിട്ടും അവനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ ജെയിംസിന്റെ ഓഫീസിലാണ് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുകയാണ്, സാർ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ജെയിംസ് നോക്കുമ്പോൾ ഈ തെരുവുകളിലെ കുപ്പയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അയാളുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ട്. അയാൾ അത് ടേബിളിൽ വെച്ചിട്ട് പറയുകയാണ്, എനിക്കിതെടുത്തിട്ട് പൈസ താന്ന്. ഈ സമയത്ത് ജെയിംസ് അതെന്താണെന്ന് നോക്കിയപ്പോൾ സ്പൈഡർമാന്റെ സ്യൂട്ടായിരുന്നു. പെട്ടെന്ന് ജെയിംസ് അങ്ങ് ഞെട്ടിപ്പോയി. പിന്നീട് ഒരു $100 കൊടുത്തിട്ട് ജെയിംസ് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. കാരണം ഈ ഒരു കാര്യം വെച്ചിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ തന്നെ ഈ ജെയിംസിന് ഉണ്ടാകണം. സ്പൈഡർമാൻ വിട്ടുപോയി, അവനെല്ലാം ഉപേക്ഷിച്ചു പോയി, അവന്റെ ശല്യം കഴിഞ്ഞു, അങ്ങനെ ഓരോന്ന് എഴുതി പിടിപ്പിക്കാൻ പോവുകയാണ് അവൻ. അങ്ങനെ ആ ന്യൂസ് ആകെ പരക്കുകയാണ്. സ്പൈഡർമാൻ ഈ സിറ്റി വിട്ടു പോയി, അവൻ പോയിട്ടുണ്ട്. ജെയിംസ് വിചാരിച്ചതുപോലെ തന്നെ അന്നത്തെ പത്രമൊക്കെ ഒരുപാട് അങ്ങ് വിറ്റ് പോവുകയാണ്. ഇതേ സമയത്ത് പീറ്റർ പാർക്കർ തെരുവിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിന്റെ ഇടയിൽ വെച്ചിട്ട് 2 കള്ളന്മാര് ഒരു യുവാവിനെ ആക്രമിക്കുകയാണ്. അവന്റെ കയ്യിലുള്ള പൈസ എല്ലാം തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് അവന് നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കുമ്പോൾ പീറ്ററിന്റെ മനസ്സ് സഹിക്കുന്നില്ല. അതിൽ ഇടപെടണമെന്ന് അവനിങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ, നല്ല വിഷമത്തോടു കൂടി തന്നെ അത് മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ തിരിച്ചുപോയി. പിന്നീട് പീറ്ററും അവന്റെ ആന്റിയും കൂടിയിട്ട് അവരുടെ മരിച്ചുപോയ അങ്കിൾ ബെന്നിന്റെ ശവക്കല്ലറയുടെ അടുത്തേക്ക് എത്തുകയാണ്. അവർ രണ്ടുപേരും കുറെ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ആന്റിയുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പൊ അവിടെ എത്തിയ സമയത്തും പാർക്കറിന്റെ മുഖത്ത് നല്ല വിഷമമാണ്. കാരണം അവൻ ചെയ്ത ഒരു കുറ്റം കാരണമാണ്, ഒരു തെറ്റ് കാരണമാണ് അവന്റെ അങ്കിൾ ബെന്ന് മരിച്ചത്. പീറ്ററിന്റെ മുഖത്തെ ഈ വിഷമം കണ്ടിട്ട് ആന്റി ചോദിക്കുകയാണ്, മോനെ എന്താണ് പറ്റിയത്, നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്ന? പാർക്കർ പറയുകയാണ്, ഞാൻ കാരണമാണ് അങ്കിൾ മരിച്ചത്. ഈ സമയത്ത് ആന്റി പറഞ്ഞു, മോനെ നീ വെറുതെ അതും ഇതൊക്കെ പറയണ്ട, നിന്റെ ഉള്ളിലുള്ള വിഷമമാണ് ഇതെല്ലാം നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇപ്പോ പാർക്കർ പറയുകയാണ്, അല്ല ആന്റി, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. അന്ന് അങ്കിൾ ബെൻ മരിക്കുന്ന ആ ദിവസം ഞാനൊരു ഫൈറ്റ് ക്ലബിലേക്ക് പോവുകയാണ്. ജയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ് കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഞാൻ ഫൈറ്റിൽ ജയിച്ചു. പക്ഷേ പറഞ്ഞതുപോലെ ആ ഒരു വാക്ക് പാലിച്ചില്ല. കുറച്ച് കാശ് തന്നിട്ട് അവരെന്നെ പറ്റിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കള്ളൻ ഓടി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കാശ് മുഴുവൻ വാരിക്കൊണ്ടത്. ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് പോയിരുന്നു. ആ സമയത്താണ് കള്ളൻ ആ
പൈസയുമായിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. എനിക്ക് വേണമെങ്കിൽ അയാളെ തടുക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം എന്നെ പറ്റിച്ച ആളുടെ പൈസയല്ല, അതായത് കൊണ്ടേക്കോട്ടെ എന്ന് വിചാരിക്കാണ് ആ കള്ളം പിന്നീട് പുറത്ത് വന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്കിൾ ബെന്നിന്റെ കാറാണ് എടുത്തത്. അങ്കിൾ ബെൻ അത് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവൻ വെടിവെച്ചു. അപ്പൊ ഞാനല്ലേ അങ്കിൾ ബെൻ മരിക്കാൻ കാരണം? അവൻ ചെയ്ത ചെറിയൊരു തെറ്റ് അതാണ് അങ്കിൾ ബെന്നിന്റെ മരണത്തിലേക്ക് എത്തിച്ചത്. ഇത് കേട്ട സമയത്ത് ആന്റി ഒന്നും പറയാതെ തന്നെ അവിടുന്ന് പോവുകയാണ്. ഇതേ സമയം ഡോക്ടർ ഒക്ടോവിയസ് രഹസ്യമായിട്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പരീക്ഷണങ്ങൾ പുതുതായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അയാൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുന്നേ ചെയ്തതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതായിട്ട് തന്നെ ചെയ്യാനാണ് അയാളുടെ ഉദ്ദേശം. അങ്ങനെ എല്ലാം സജ്ജമായി, മെഷീൻസും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പവർ സപ്ലൈയും എല്ലാം റെഡിയായി. ഇനി വേണ്ടത് ട്രിഡിയം എന്ന ആ എലമെന്റ് ആണ്. അതങ്ങനെ വെറുതെ കിട്ടുമൊന്നുമില്ല. അത് കിട്ടണമെങ്കിൽ എവിടെ പോകണം? ഹാരിയുടെ അടുത്തേക്ക്, ഹാരിയുടെ കമ്പനിയെ തന്നെ സമീപിക്കണം. പക്ഷെ ഡോക്ടർ ഒക്ടോവിയസ് ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ ഹാരിയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. അവന്റെ ജോലിക്കാരൊക്കെ രാത്രി ആയതുകൊണ്ട് തന്നെ അവിടുന്ന് പോവുകയാണ്. അവനിപ്പോൾ സ്പൈഡർമാൻ്റെ ആ ഒരു ദേഷ്യം, കമ്പനി ഏകദേശം പൊളിയാനായിട്ടുണ്ട്, ആ ഒരു ടെൻഷൻ. അപ്പോൾ കള്ളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്ലാത്തൊരു ശബ്ദം, ഭയങ്കര ബിൽഡിംഗ് എല്ലാം ഇളകുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുകയാണ്. അവനിപ്പോൾ പതിയെ ശബ്ദം കേട്ട ഭാഗത്ത്, അതായത് ആ ഫ്ലാറ്റിന്റെ ജനലിന്റെ ഭാഗത്തേക്ക് വന്നു നോക്കുന്ന സമയത്ത് ഒക്ടാവിയസ് അവന്റെ ഇരുമ്പ് കൈകളുമായിട്ട് ഹാരി അവിടുന്ന് തള്ളി തെറിപ്പിക്കുകയാണ്. ഇപ്പൊ ഹാരി എടുത്ത് ഒക്ടാവിയസ് പറയുകയാണ്, എനിക്കത് വേണം, ട്രിഡിയം കുറച്ച് കൂടുതലായിട്ട് തന്നെ. ഈ സമയത്ത് ഹാരി പറയുകയാണ്, നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങളുടെ പരീക്ഷണം കാരണം വലിയ വലിയ അപകടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ സമയത്ത് ഡോക്ടർ ഒക്ടാവിയസിന് ദേഷ്യം വന്നിട്ട് ഹാരിയുടെ കാലിൽ ഇറുക്കി പിടിച്ചിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ പേടിപ്പിക്കുകയാണ്. അങ്ങനെ വല്ലാതെ അങ്ങ് ഭയന്നു പോയി ഹാരി. കാരണം അത്രത്തോളം മുകളിൽ നിന്നാണ് തല കീഴായിട്ട് അവനിങ്ങനെ ഒക്ടോവിയസ് പിടിച്ചിട്ടുള്ളത്. അങ്ങനെ അവസാനം ഹാരി പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അത് തരാം, പക്ഷെ ഒരു ഡീലുണ്ട്. അത് കേട്ട സമയത്ത് ഡോക്ടർ ഒക്ടോവിയസ് ഹാരിയെ മുകളിലായിട്ട് തന്നെ കൊണ്ടുവരികയാണ്. ഇപ്പൊ ചോദിച്ചു, എന്താണ് നിന്റെ ഡീല്? ഇപ്പൊ ഹാരി പറഞ്ഞു, നീ സ്പൈഡർമാനെ കൊന്നു കളയണം, അല്ലെങ്കിൽ വേണ്ട അവനെ ജീവനോടെ കെട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അവൻ എനിക്ക് വേണം. ഇപ്പൊ ഡോക്ടർ ഒക്ടോവിയസ് ചോദിക്കുകയാണ്, അവൻ എങ്ങനെയാണ് പിടിക്കാൻ പറ്റുക? അവൻ എനിക്ക് അറിയില്ലല്ലോ. അതിനൊരു വഴിയുണ്ട്. എന്റെ കൂട്ടുകാരൻ പാർക്കർ, അവന് നന്നായിട്ട് തന്നെ അറിയാം അവൻ എവിടെയാണെന്ന്. സ്പൈഡർമാനുമായിട്ട് അവൻ നല്ല ചങ്ങാത്തത്തിലാണ്. ഇപ്പൊ ഡോക്ടർ ഒക്ടാവിയസ് പറയുകയാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്തോളൂ, ആ എലമെന്റ് ട്രിഡിയം അത് നീ തയ്യാറാക്കി വെച്ചോളൂ, സ്പൈഡർമാനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒക്ടാവിയസ് അവിടുന്ന് പോവുകയാണ്. ഈ സമയത്ത് ഹാരി ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്താലും പാർക്കറിനെ നീ ഉപദ്രവിക്കരുതേ എന്ന് ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി തന്നെ പാർക്കർ ഇപ്പൊ ആ സിറ്റിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, നിന്ന് കത്തുകയാണ്. പുറത്ത് നിന്ന് 2-3 മാതാപിതാക്കളൊക്കെ നിന്ന് കരയുന്നുണ്ട്. കാരണം അതിന്റെ ഉള്ളിൽ അവരുടെ മക്കളെല്ലാം പെട്ടുപോയിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ പീറ്റർ പെട്ടെന്ന് തന്നെ അവന്റെ സ്പൈഡർ സ്യൂട്ട് പുറത്തേക്ക് എടുക്കാൻ നോക്കിയാണ്. പക്ഷേ അവന്റെ ഉള്ളിൽ സ്പൈഡർ സ്യൂട്ട് ഇപ്പൊ ഇല്ലല്ലോ, അവനിപ്പോ സ്പൈഡർമാൻ അല്ലല്ലോ. അവൻ പിന്നീട് പെട്ടെന്ന് തന്നെ ഒന്നും നോക്കിയില്ല, അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഓടി കയറുകയാണ്. ആ സ്പൈഡർ സ്യൂട്ട് അവൻ ഉപേക്ഷിച്ചതിലൂടെ അവന്റെ കണ്ണിന്റെ കാഴ്ച പതിയെ പതിയെ കുറയാനും തുടങ്ങിയിട്ടുണ്ട്. അതായത് അവന്റെ ആ മനസ്സിന്റെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുന്തോറും അവന്റെ ആ ഒരു ശക്തി ക്ഷയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കണ്ണട വെച്ചിട്ടുണ്ട്, അവനിപ്പോ അതിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. നിറയെ തീയാണ്, തീ അങ്ങോട്ടും ഇങ്ങോട്ടും പാളി കളിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരു മുറിയുടെ ഉള്ളിൽ വെച്ച് ഒരു കുട്ടിയുടെ കരച്ചിലായിട്ട് പെട്ടെന്ന് തന്നെ ആ വാതിൽ തല്ലി തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പാർക്കറിന് അത് കഴിയുന്നില്ല. കാരണം അവന്റെ ശക്തി എന്തോ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് സകല അവന് പറ്റുന്ന രീതിയിൽ ആ ഒരു വാതിൽ തള്ളി തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു അലമാരയുടെ ഉള്ളിലായിട്ട് ഒരു ചെറിയ കുട്ടി ഒളിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പാർക്കർ ആ കുട്ടിയെ എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് നിലത്തിൽ ആ കോൺക്രീറ്റ് എല്ലാം തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അതിൻ്റെ ഒരു തുമ്പത്തിൽ പീറ്റർ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുട്ടി കയ്യിലുണ്ട്. എങ്ങനെയൊക്കെയോ കുട്ടിയെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ആ ഒരു ശക്തി അവനിപ്പോൾ എടുക്കാൻ കഴിയുന്നില്ല. എങ്ങനെയോ അതിൽ നിന്നും കയറി അവൻ പിന്നീട് വേഗം തന്നെ കുട്ടിയുമായിട്ട് പുറത്തേക്ക് വന്നു. കുട്ടിയെ അവൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ കൊടുക്കുകയാണ്. പിന്നീട് പീറ്റർ പോയിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഫയർ ഓഫീസർ വന്നിട്ട് പറയുകയാണ്, നീ നല്ല ധൈര്യശാലിയാണ്, ആ കുട്ടിയെ രക്ഷിച്ചില്ലേ. ഇപ്പം മറ്റൊരു ഫയർ ഓഫീസർ വന്നിട്ട് അയാൾക്ക് പറയുകയാണ്, സാർ ഒരു പ്രശ്നമുണ്ട്, മുകളിലത്തെ നിലയിൽ കുറേ പേര് പെട്ടുകിടക്കുന്നുണ്ടായിരുന്നു, അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട സമയത്ത് പീറ്റർ ആകെ ടെൻഷനായി പോവുകയാണ്. കാരണം താൻ പഴയ രൂപത്തിലുള്ള സ്പൈഡർമാൻ ആണെങ്കിൽ എല്ലാവരും രക്ഷിക്കാൻ കഴിഞ്ഞേനെ. ഇപ്പം ആ മനുഷ്യരൊക്കെ വെന്ത് മരിച്ചിട്ടുണ്ടാവില്ലേ. ആ ഒരു ദുഃഖം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പുറത്തൊന്നും ഇറങ്ങാതെ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് പാർക്കർ. ഈ സമയത്താണ് പാർക്കറിന്റെ അയൽവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു ലെറ്റർ കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ ലെറ്ററിൽ അവൻ്റെ ആൻറ്റി അയച്ച ഒരു മെസ്സേജ് ആയിരുന്നു. പിന്നീട് പാർക്കർ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ കാണുന്നത് ആൻറ്റി ആ വീട്ടിലെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് പാർക്കർ ചോദിക്കുമ്പോൾ പറഞ്ഞു, ആ ഒരു കടത്തെ എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു റൂം കണ്ടെത്തിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് മാറുകയാണ്. പീറ്ററിനും ചെറിയൊരു വിഷമം തോന്നുകയാണ്. പീറ്റർ ഇപ്പോൾ ആൻറ്റി അടുത്ത് ചോദിക്കുകയാണ്, ആൻറ്റിക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഈ സമയത്ത് ആൻറ്റി പറയുകയാണ്, മോനെ എനിക്കൊരു ദേഷ്യമില്ല,
നീ അത് തുറന്ന് പറഞ്ഞില്ലേ, അതെന്നെ വലിയ കാര്യമാണ്. എനിക്കിപ്പോൾ ശരിക്കും അഭിമാനമാണ് തോന്നുന്നത്. നിന്റെ ഈ സത്യസന്ധത, നിന്റെ ഈ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇത് കേട്ട സമയത്ത് പീറ്റർ ചെറുതായിട്ടൊന്ന് ഹാപ്പി. ഇപ്പൊ ആന്റി സഹായിക്കാൻ തന്നെ ആന്റിയുടെ കൂടെ ചെറിയൊരു പയ്യനുണ്ട്. ആന്റി ഇപ്പോൾ പീറ്ററിന്റെ അടുത്ത് പറയുകയാണ്, പീറ്ററെ ഈ പയ്യന്റെ ആഗ്രഹം എന്താ അറിയോ, വലുതാകുമ്പോൾ സ്പൈഡർമാൻ ആകണമെന്നാണ്. എടാ ചെക്ക, എന്തിനാണ് വെറുതെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പോൾ പീറ്റർ ആ കുട്ടിയെടുത്ത് ചോദിക്കുകയാണ്. ഈ സമയത്ത് ആന്റി പറഞ്ഞു, അതിലെന്താണ് തെറ്റ്, സ്പൈഡർമാൻ ആഗ്രഹിച്ചൂടെ, അവനൊരു ഹീറോ അല്ലേ, സൂപ്പർ ഹീറോ അല്ലേ, എത്ര പേരുടെ ജീവനാണ് അവൻ രക്ഷിച്ചിട്ടുള്ളത്. എന്റെ ജീവൻ തന്നെ ഒരു ദിവസം അവൻ രക്ഷിച്ചിട്ടില്ലേ, അവന്റെ കൈകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൈകൾ പോലെയല്ലേ, എത്ര എത്ര ഉപകാരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഇതെല്ലാം കേട്ട സമയത്ത് പീറ്ററിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അവൻ പിന്നീട് തീരുമാനിക്കുകയാണ്, ഞാൻ സ്പൈഡർമാൻ ആകണം, അത് നിർബന്ധമാണ്. അങ്ങനെ ഉറച്ച തീരുമാനമായിട്ട് പീറ്റർ പോവുകയാണ്. എന്തായാലും കുറേ ദിവസമായല്ലോ അവന്റെ കഴിവുകളൊക്കെ പുറത്തെടുത്തിട്ട് അവനിപ്പോൾ ഒരു ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറിയിട്ട് ചാടി നോക്കുകയാണ്, തന്റെ പവറുകളൊക്കെ പഴയതുപോലെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവന്റെ കഴിവുകൾ, അവന്റെ ആ ഒരു മനസ്സ് അതിനുവേണ്ടി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് താഴേക്ക് അങ്ങ് വീണു പോവുകയാണ്. നല്ല ശക്തമായിട്ടുള്ള വേദന തന്നെ അവനെ അനുഭവിക്കേണ്ടി വന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നിവർന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഊരക്കെല്ലാം കൈ കൊടുത്തിട്ട് അവൻ അങ്ങനെ അവിടുന്ന് പോവുകയാണ്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് മേരി ജെയിനും അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനും, അതായത് ജെയിംസിന്റെ മകന്, അവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ വിവാഹത്തിന് ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ. അവനുമായിട്ട് കൂടുതൽ ഇടപഴകാൻ തന്നെ മേരി ജെയിൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തോ അവൾക്കൊരു തൃപ്തി വരുന്നില്ല. അതായത് പണ്ട് നെസ്രി ഒരു സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, അടിവയറ്റിൽ മഞ്ഞ് വീഴുന്നൊരു സുഖം, ആ സുഖം അവൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടുന്നത് എപ്പോഴും പീറ്ററിനോട് സംസാരിക്കുമ്പോഴായിരിക്കണം. മേരി ജെയിൻ ഇപ്പൊ ചെറിയൊരു വിഷമം തോന്നുകയാണ്. അവളിപ്പോ നേരെ പീറ്ററിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ്. ഇപ്പൊ പീറ്ററിന്റെ അടുത്ത് മേരി ജെയിൻ ചോദിക്കുകയാണ്, പീറ്റർ, നിനക്ക് ആ പഴയ ഇഷ്ടം എന്നോട് ഇപ്പോഴും ഉണ്ടോ? നീ എപ്പോഴും എന്നെ പറ്റിക്കാറാണുള്ളത്. ഒരു വട്ടം നീ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, പഴയ ഇഷ്ടം എന്നെ അടുത്ത് ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ പാർക്കർ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവനെ തപ്പിപ്പിടിച്ച് പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇപ്പൊ ഇല്ലാന്ന്. ഇപ്പൊ മേരി ജെയിൻ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പാർക്കർ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നീ ഒരു ചതിയനാണ്. ഇപ്പൊ മേരി ജെയിൻ പാർക്കറിന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയുകയാണ്, പാർക്കർ, ഒരേ ഒരു തവണ നീ എന്നെ ഒന്ന് ചുംബിക്കണം. ഇപ്പൊ പാർക്കർ ആകെ പേടിച്ചു പോവുകയാണ്. ചുംബിക്കാനോ? ഇപ്പൊ മേരി ജെയിൻ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ അവളിപ്പോൾ അവനെ ചുംബിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോവുകയാണ്. അവൾക്ക് അറിയണം ഇത് സ്പൈഡർമാൻ തന്നെയാണെന്ന്. പണ്ടൊരു ദിവസം സ്പൈഡർമാൻ അവളെ ചുംബിച്ചിരുന്നു. അപ്പം അവൾക്ക് കിട്ടിയ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഇതുവരെ അവൾക്ക് പിന്നീട് കിട്ടിയിട്ടില്ല. ആ ഫീൽ അവൾക്ക് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പീറ്റർ എന്ന് ചുംബിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമയത്താണ് പീറ്ററിന്, അതായത് അപകടങ്ങളും ശബ്ദങ്ങളൊക്കെ നേരത്തെ അറിയാൻ കഴിയുമല്ലോ, അത്രയും നല്ലൊരു സെൻസ് ഉണ്ടല്ലോ അവൻ എന്തോ ഒരു അപകടം മനസ്സിലാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മേരി ജെയിനെ പിടിച്ചുകൊണ്ട് ആ ഒരു ടേബിളിന്റെ താഴേക്ക് എടുത്ത് ചാടുകയാണ്. ആ സമയത്ത് തന്നെ വലിയൊരു കാർ ഇവരുടെ മേത്തേക്ക് വന്ന് വീണിട്ടുണ്ടായിരുന്നു. അവർ മാറിയിട്ടില്ലെങ്കിൽ അത് അവരുടെ ദേഹത്തായിരിക്കും വന്ന് വീണിട്ടുണ്ടാവുക. ഇപ്പൊ അവിടെ ആകെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ബിൽഡിംഗ്, ആ ഒരു സ്ഥലമൊക്കെ ഇളക്കിക്കൊണ്ട് തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. മറ്റാരുമല്ല, ഡോക്ടർ ഒക്ടോവിയസ്. പാർക്കർ ഇപ്പൊ അവിടുന്ന് ചാടി എണീച്ചിട്ട് ഡോക്ടർ ഒക്ടോവിയസിന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ സമയത്ത് ഡോക്ടർ ഒക്ടോവിയസ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കഴുത്തിന് തന്നെ പിടിക്കുകയാണ് ആ ഇരുമ്പ് കയ്യിൽ കൊണ്ട്. എന്നിട്ട് പറയുകയാണ്, സ്പൈഡർമാൻ എവിടെ? അവന്റെ അടുത്ത് എന്റെ അടുത്തേക്ക് വരാൻ പറ. പീറ്റർ പറഞ്ഞു, എനിക്കറിയില്ല അവനിപ്പോൾ എവിടെയാണെന്ന്. ഇപ്പൊ ഒക്ടോവിയസ് പറയുകയാണ്, കണ്ടുപിടിക്കുക, അവനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി നീ പറയണം. അങ്ങനെയല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള നിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ ശരീരത്തിലെ ഓരോ മാംസവും ഞാൻ പറിച്ചെടുക്കും. അത് പറഞ്ഞിട്ട് പീറ്ററിനെ അവിടെ എറിഞ്ഞുകൊണ്ട് തന്നെ മേരി ജെയിനെ എടുത്തുകൊണ്ട് ഡോക്ടർ ഒക്ടോവിയസ് അവിടുന്ന് പോവുകയാണ്. സ്പൈഡർമാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചാടി എണീച്ച് വന്നെങ്കിലും അവന്റെ ശരീരത്തിൽ ഇപ്പോൾ സ്പൈഡർ സ്യൂട്ട് ഇല്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? സ്പൈഡർ സ്യൂട്ട് കണ്ടുപിടിക്കണം. അതെവിടെയാണുള്ളത്? ജെയിംസിന്റെ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ഓഫീസിൽ. പിന്നീട് സ്പൈഡർമാൻ നേരെ ജെയിംസിന്റെ ആ ഒരു ഓഫീസിലേക്ക് ചെന്നിട്ട് അവരറിയാതെ തന്നെ അവന്റെ സ്യൂട്ടുമായിട്ട് അവിടുന്ന് കടന്നു കളയിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു സ്യൂട്ട് അവൻ ധരിച്ചു നേരെ പോവുകയാണ്. എങ്ങോട്ടേക്ക്? ഡോക്ടർ ഒക്ടോവിയസ് പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക്. ഒരു വലിയ ടവറായിരുന്നു. അങ്ങോട്ടേക്ക് ഇപ്പോൾ സ്പൈഡർമാൻ എത്തിയിട്ടുണ്ട്. അവിടെ സ്പൈഡർമാനെ കാത്തുകൊണ്ട് തന്നെ ഡോക്ടർ ഒക്ടോവിയസ് ഉണ്ട്. സ്പൈഡർമാൻ ചോദിച്ചു, അവളെവിടെ? മേരി ജെയിൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ ഒക്ടോവിയസ് പറയാണ്, അവളെ സുരക്ഷിതമാണ്, നമുക്കൊന്ന് സംസാരിക്കണം. ശരിക്കും ഡോക്ടർ ഒക്ടോവിയസിന് എന്താണ് വേണ്ടത്? സ്പൈഡർമാനെ പിടിച്ചു കെട്ടണം, അവനെ എന്നിട്ട് ഹാരിക്ക് കൊണ്ടേ കൊടുക്കണം, എന്നാൽ മാത്രമേ ട്രിഡിയൻ കിട്ടുകയുള്ളല്ലോ. പക്ഷെ അപ്പോഴേക്കും സ്പൈഡർമാൻ ഡോക്ടർ ഒക്ടോവിയസിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ വലിയ ടവറിന്റെ മുകളിൽ ശക്തമായ പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് രണ്ടുപേരും ചേർന്ന് താഴേക്ക് വീഴുകയാണ്. അവർ ചെന്ന് വീഴുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ മുകളിലേക്കായിരുന്നു. വളരെ വേഗത്തിൽ തന്നെയായിരുന്നു ആ ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒക്ടോവിയസിനാണെങ്കിലും ഇരുമ്പിന്റെ 4 കൈകളുണ്ട്. അതുകൊണ്ട് തന്നെ അവന് സ്റ്റേബിളായി അവിടെ നിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ സ്പൈഡർമാന് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ ഒക്ടോവിയസിന്റെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടുന്ന് തെറിച്ചു പോവുകയാണ് അവൻ. പിന്നീട് എങ്ങനെയൊക്കെയോ അതിന്റെ മുകളിലേക്ക് സ്പൈഡർമാൻ ചാടി കയറുന്നതിന് മുന്നേ തന്നെ ഒക്ടോവിയസ് ആ ട്രെയിനിന്റെ ഉള്ളിൽ നിന്നും 2 ആളുകളെ പിടിച്ച് പുറത്തേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ്. അവർ നിലത്ത് ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരിച്ചു പോകും. സ്പൈഡർമാൻ ഇപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. രണ്ടുപേരെയും അവന്റെ വലയിൽ കുടുക്കിയിട്ട് സുരക്ഷിതമായിട്ട് തന്നെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. പിന്നീട് സ്പൈഡർമാൻ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെയിനിന്റെ മുകളിലേക്ക് ചാടി കയറി. അപ്പോഴേക്കും ഡോക്ടർ ഒക്ടോവിയസ് എന്ത് ചെയ്തെന്നോ, ഈ ട്രെയിനിന്റെ മുൻഭാഗത്തേക്ക് പോയിട്ട് അത് നിർത്താനുള്ള അതിന്റെ ഒരു ബ്രേക്ക് സിസ്റ്റം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുകയാണ്. അത് മുഴുവൻ പറിച്ചെടുക്കുകയാണ്. പിന്നീട് ഒക്ടോവിയസ് ആ ഒരു ട്രെയിനിൽ നിന്നും പുറത്തേക്ക് അങ്ങ് ചാടിപ്പോയി. ഇതേ സമയം ട്രെയിനാണെങ്കിലോ വളരെയധികം
വേഗത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ വേഗം തന്നെ മുന്നോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അത് കൺട്രോൾ ചെയ്യുന്ന ആള് പറയുകയാണ് ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം എല്ലാം അവൻ നശിപ്പിച്ചിട്ടുണ്ട്, ഇതിന് നിർത്താൻ കഴിയുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു തീപിടുത്തത്തിൽ ആ സമയത്ത് സ്പൈഡർമാന്റെ മുഖംമൂടിക്ക് തീ പിടിച്ചിട്ട് സ്പൈഡർമാൻ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്പൈഡർമാന്റെ ആ ഒരു മുഖം അവിടെയുള്ള എല്ലാവരും കാണുകയാണ്. അതേ സമയത്ത് തന്നെ ട്രെയിൻ വളരെയധികം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സ്പൈഡർമാൻ അവന്റെ ആ ഒരു കാഴ്ചയും അവന്റെ സെൻസൊക്കെ ഉപയോഗിച്ചിട്ട് കാര്യം മനസ്സിലാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹൈറ്റിലുള്ള ഈ ഒരു റെയിൽ പാളം തീരുകയാണ്. അവിടെ എത്തുന്നതിന് മുന്നേ ഇതിന് നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിലുള്ള എല്ലാവരും മരിക്കും, ഇത് താഴേക്ക് വീഴും. സ്പൈഡർമാൻ അവന്റെ കാലുകൾ ഉപയോഗിച്ച് ട്രെയിനിന്റെ മുൻഭാഗത്തേക്ക് പോയിട്ട് പരമാവധി അവന് കഴിയുന്ന രീതിയിൽ ചവിട്ടി നിർത്താൻ ശ്രമിച്ചു. പക്ഷെ അതിന്റെ വേഗത വളരെയധികം ശക്തമായിരുന്നത് കൊണ്ട് തന്നെ സ്പൈഡർമാൻ അത് കഴിഞ്ഞില്ല. പിന്നീട് എന്ത് ചെയ്തു, അതിന്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അവന്റെ വലകൾ ചുറ്റുമായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണ്. പിന്നീട് അതിന്റെ ഫോഴ്സിൽ അതിനെ നിർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അവസാനം ആ ഒരു ഡെഡ് എൻഡിന്റെ അടുത്തേക്ക് ഈ ട്രെയിൻ എത്തിയിട്ടുണ്ട്. സ്പൈഡർമാൻ പരമാവധി അവന് കഴിയുന്ന അത്രയും ബലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ പതിയെ പതിയെ ട്രെയിനിന്റെ വേഗത കുറഞ്ഞു. ഡെഡ് എൻഡിലേക്ക് ആ ട്രെയിൻ എത്തിയെങ്കിലും അത് താഴോട്ട് മറിഞ്ഞില്ല, കാരണം കറക്റ്റ് സമയത്തായിരുന്നു അത് സ്റ്റോപ്പ് ആയത്. പക്ഷെ അപ്പോഴേക്കും സ്പൈഡർമാന്റെ ബോധം നഷ്ടമായിരുന്നു. അവനിപ്പോൾ താഴേക്ക് വീഴാൻ നിൽക്കുന്ന സമയത്ത് ആ ട്രെയിനിലുണ്ടായിരുന്ന ആളുകൾ അവനെ താങ്ങിയെടുക്കുകയാണ്. പിന്നെ അവരുടെ ഓരോ കൈകൾ ഉപയോഗിച്ചിട്ട് സ്പൈഡർമാനെ ഉള്ളിലേക്ക് എടുത്തു. പൂർണ്ണമായിട്ടും ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സ്പൈഡർമാൻ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ സ്പൈഡർമാന് ബോധം വന്ന് നോക്കുമ്പോൾ ചുറ്റും കുറേ ആളുകൾ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുകയാണ് സ്പൈഡർമാൻ നീ ഒരിക്കലും പേടിക്കേണ്ട. ഈ സമയത്ത് അങ്ങോട്ടേക്ക് 2 കുട്ടികൾ വന്നിട്ട് സ്പൈഡർമാൻ്റെ ആ മുഖംമൂടി കൊടുക്കുകയാണ്. കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഇത് ആരുടെടുത്തും പറയില്ല, നിങ്ങൾ ആരാണെന്നുള്ള കാര്യം. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഡോക്ടർ ഒക്ടോവിയസ് വരുന്നത്. കാരണം ഡോക്ടർ ഒക്ടോവിയസിന് എന്താണ് വേണ്ടത്, സ്പൈഡർമാനെ കെട്ടിപ്പൂട്ടി കൊണ്ടുപോകണം. ഇപ്പോൾ ഒക്ടോവിയസ് സ്പൈഡർമാനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ആ ഒക്ടോവിയസിന്റെ മുന്നിലേക്ക് നിന്നിട്ട് പറയുകയാണ് അവനെ എടുക്കണമെങ്കിൽ പിടിക്കണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കുകയാണ്. കാരണം അവരെല്ലാവരും അത്രത്തോളം സ്നേഹിച്ചിരുന്നു സ്പൈഡർമാനെ. ഈ സമയത്താണ് ഡോക്ടർ ഒക്ടോവിയസ് അവന്റെ കൈകൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ എല്ലായിടത്തും ഞങ്ങൾ തള്ളി മാറ്റുകയാണ്. പിന്നീട് സ്പൈഡർമാന്റെ മുഖത്ത് തന്നെ അവന്റെ കൈ ഉപയോഗിച്ചിട്ട് ഒരു കുത്തം കൊടുത്തു. വളരെയധികം ക്ഷീണിതനായതുകൊണ്ട് തന്നെ സ്പൈഡർമാന് ബോധം കെട്ടി വീഴുകയാണ്. പിന്നീട് ഡോക്ടർ ഒക്ടോവിയസ് സ്പൈഡർമാനെ കെട്ടിയെടുത്തുകൊണ്ട് അവിടുന്ന് പോയി. നേരെ പോകുന്നത് എങ്ങോട്ടാ, ഹാരിയുടെ അടുത്തേക്ക്. ഹാരി അവിടെ കത്തിയെല്ലാം തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി, തൻ്റെ അച്ഛനെ കൊന്ന സ്പൈഡർമാനെ കൊന്ന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അവനിങ്ങനെ എന്തോ ശബ്ദം കേട്ടിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെയുണ്ട് ഡോക്ടർ ഒക്ടോവിയസ് ഇരുമ്പിന്റെ കമ്പികൾ കൊണ്ട് കെട്ടിക്കൊണ്ടുവന്ന സ്പൈഡർമാനെ. അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇവനെ ഞാൻ എവിടെ വെക്കണം. ഹാരി ഇപ്പം ഞെട്ടിപ്പോവുകയാണ്, കാരണം അവൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് സ്പൈഡർമാനെ അവന്റെ കൈകളിലേക്ക് കിട്ടുമോ എന്ന്. ഈ സമയത്ത് ഡോക്ടർ ഒക്ടോവിയസ് പറയാണ് നീ പറഞ്ഞതുപോലെ സ്പൈഡർമാനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എവിടെ ട്രിഡിയം. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കറിൽ സേഫ് ആയിട്ട് തന്നെ ട്രിഡിയറ്റിന്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മെറ്റൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോ ഹാരി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് തുറന്ന പാടെ തന്നെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഡോക്ടർ ഒക്ടോവിയസ് വരികയാണ്. അവനിപ്പോ എന്തോ ഒരു നിധി കിട്ടിയതുപോലെ അതിങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. ഇതേ സമയം ഹാരി അവൻ തയ്യാറാക്കി വെച്ച ആ കത്തിയുമായിട്ട് സ്പൈഡർമാനെ കൊല്ലാനായിട്ട് അവന്റെ അടുത്തേക്ക് പോവുകയാണ്. സ്പൈഡർമാൻ ആണെങ്കിലോ ഒട്ടും ബോധമില്ലാതെ തന്നെ അവിടെ കിടക്കുകയാണ്. എന്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം അത് ഞാനിപ്പോ വീട്ടുമെന്ന് പറഞ്ഞിട്ട് അവൻ കത്തിയെടുത്ത് കുത്തുന്നതിന് മുന്നേ അവന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സ്പൈഡർമാന്റെ ആ മുഖം മൂടി ഒന്ന് മാറ്റുകയാണ്. അവൻ അവിടെ കണ്ടത് പീറ്ററിനെയായിരുന്നു. ശരിക്കും ഹാരി ഞെട്ടി തരിച്ചു പോയി. അവന്റെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു. അവൻ പിന്നിലോട്ട് വീണുപോയി. പേടിച്ചുകൊണ്ട് തന്നെ അവൻ പറയുകയാണ് പീറ്റർ ഇത് നീയായിരുന്നോ. ആ സമയത്ത് പീറ്ററിന് ബോധം വരികയാണ്, സ്പൈഡർമാന് ബോധം വരികയാണ്. പെട്ടെന്ന് തന്നെ അവൻ ചാടി എണീച്ചു. അവന് കെട്ടിയിട്ട ആ കമ്പികളുടെ ആ ഒരു കയറെല്ലാം സിമ്പിളായിട്ട് തന്നെ സ്പൈഡർമാൻ പൊട്ടിച്ചു കളയുകയാണ്. പീറ്റർ വേഗം തന്നെ ചെന്നിട്ട് ഹാരി അടുത്ത് ചോദിക്കുകയാണ് അവളെവിടെ, മേരി ജെയിൻ. ഈ സമയത്ത് ഹാരി പറയുകയാണ് എനിക്കറിയില്ല. ഡോക്ടർ ഒക്ടോവിയസ് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കയ്യിൽ നിന്നും ട്രിഡിയെ മാത്രമാണ് മേടിച്ചു കൊണ്ടുപോയത്, കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, നിന്നെ കൊണ്ടുതരാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ സമയത്ത് പാർക്കർ പറയുകയാണ് ട്രിഡിയമോ, അയാൾക്കത് നീ കൊടുത്തോ. ഈ സമയത്ത് പാർക്കർ ഇങ്ങനെ പറയുകയാണ് ഹാരിയുടെ അടുത്ത് അയാൾ ഭ്രാന്തനാണ്, അയാൾ വീണ്ടും ആ പരീക്ഷണം നടത്താൻ പോവുകയാണ്. ഒരു തവണ കൂടെ അയാൾ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ന്യൂയോർക്കിലെ പകുതി ജനങ്ങളും കത്തി നശിച്ചു പോകും, അതോടൊപ്പം തന്നെ മേരി ജെയിനും. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഹാരി പറയുകയാണ് പീറ്റർ നീ എന്റെ അച്ഛനെ കൊന്നല്ലേ. പീറ്റർ ഇപ്പോൾ പറയുകയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം അത് നീ ഇപ്പോൾ സംസാരിക്കില്ലേ, കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രശ്നമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ നഗരത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന പ്രശ്നമാണത്, നമുക്കതിനെ പോയി തടഞ്ഞേ മതിയാകൂ. ഇതേ സമയം ഡോക്ടർ ഒക്ടോവിയസ് അവന്റെ കയ്യിൽ ഇപ്പോൾ ട്രിഡിയം കിട്ടിയിട്ടുണ്ടല്ലോ, ബാക്കിയെല്ലാം തയ്യാറാണ്. അവൻ ആ മെഷീൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കേന്ദ്രത്തിലേക്ക് ഈ ഒരു മെറ്റലിനെ വെച്ചാൽ മാത്രം മതി. അങ്ങനെ ഓരോ തയ്യാറെടുപ്പുകളും ഡോക്ടർ ഒക്ടോവിയസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ മേരി ജെയിൻ ഉണ്ട്. അപ്പോൾ മേരി ജെയിൻ പറയുകയാണ് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയില്ലേ, ഇനി എന്നെ വിട്ടുകൂടെ. ഈ സമയത്ത് ഡോക്ടർ ഒക്ടോവിയസ് പറയുകയാണ് നിന്നെ അങ്ങനെയൊന്നും വിടാൻ കഴിയില്ല, എന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന സ്പൈഡർമാൻ അവൻ മരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അതുപോലെ തന്നെ നിന്നെ ഇപ്പോൾ വിട്ടിട്ടുണ്ടെങ്കിൽ നീ പോലീസുകാരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരില്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും നിന്നെ ഞാൻ വിടില്ല. ഇപ്പൊ മേരി ജെയിൻ പറയുകയാണ് സ്പൈഡർമാൻ മരിച്ചെന്ന് ഒരിക്കലുമില്ല, നീ നുണ പറയാൻ ശ്രമിക്കേണ്ട കേട്ടോ. ഇപ്പൊ ഡോക്ടർ ഒക്ടോവിയസ് പറയുന്നതൊന്നും കേൾക്കാതെ തന്നെ ആ ഒരു മെഷീൻസിനെ ആക്റ്റീവ് ആക്കുകയാണ്.
അതിന്റെ കേന്ദ്രഭാഗത്തുള്ള ട്രിഡിയം ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് ഒരു ചെറിയ തീഗോളം പോലെ, അതായത് ചെറിയൊരു സൂര്യനെ പോലെ, ഒരു നക്ഷത്രത്തെ പോലെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഊർജ്ജം തന്നെയായിരിക്കും അതിൽ നിന്നും പിന്നീട് പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്പൈഡർമാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്പൈഡർമാൻ മേരി ജെയിന്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണ്. ഇതേ സമയത്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പൈഡർമാൻ വന്ന കാര്യം ഡോക്ടർ ഒക്ടോവിയസ് മനസ്സിലാക്കി ഒരു വലിയ ഇരുമ്പിന്റെ കഷ്ണം എടുത്ത് അവരുടെ നേരെ എറിയുകയാണ്. സ്പൈഡർമാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഇപ്പൊ സ്പൈഡർമാൻ ഡോക്ടർ ഒക്ടോവിയസിന്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ ഈ പ്രാന്തമായ പരീക്ഷണങ്ങൾ കാരണം ഈ നഗരത്തിലെ തന്നെ ഒരുപാട് ജനങ്ങളാണ് മരിക്കാൻ പോകുന്നത്. ഇപ്പൊ ഡോക്ടർ ഒക്ടോവിയസ് വരികയാണ്, അങ്ങനെ നശിക്കുകയാണെങ്കിൽ നശിച്ചോട്ടെ, എനിക്ക് ഈ കണ്ടുപിടുത്തമാണ് വലുത്. ഇപ്പൊ സ്പൈഡർമാൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു മിഷൻ തകർക്കാൻ വേണ്ടി തന്നെ അങ്ങോട്ട് പോവുകയാണ് സ്പൈഡർമാൻ. പക്ഷെ അപ്പോഴേക്കും ഡോക്ടർ ഒക്ടോവിയസിന്റെ ആ ഇരുമ്പ് കൈകൾ സ്പൈഡർമാനെ പിടിച്ച് വലിച്ചെറിയുകയാണ് അവിടുന്ന്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ലാബ് എന്ന് പറയുന്നത് ഏതോ വലിയ നദിയുടെ ഏകദേശം നടുഭാഗത്തായിട്ടാണുള്ളത്. ഇപ്പൊ തെറിച്ചു പോയിട്ടുള്ള സ്പൈഡർമാൻ അവന്റെ വല ഉപയോഗിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് ഡോക്ടർ ഒക്ടോവിയസിനെ അവിടെ നിന്ന് ചവിട്ടി ആ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അവിടെ വെച്ച് നന്നായിട്ട് തന്നെ സ്പൈഡർമാൻ ഡോക്ടർ ഒക്ടോവിയസിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുകയാണ്. ഇതേ സമയത്ത് അയാൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഗോളം ഉണ്ടല്ലോ, തീഗോളം, അത് നന്നായിട്ട് ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നീട് എന്താണ് ചെയ്യുക, മെറ്റൽസിനെ അത് വലിച്ചെടുക്കാൻ തുടങ്ങും. ഇപ്പോൾ മേരി ജെയിനെ കെട്ടിവെച്ചിരിക്കുന്നത് ഒരു ഇരുമ്പിന്റെ തൂണിലാണ്, അതും ചങ്ങല ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആ ചങ്ങല വലിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ മേരി ജെയിൻ ആ ഒരു തീക്കുമ്പാരത്തിലേക്ക് വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഉറക്കനെ കരയാൻ തുടങ്ങി. ഇപ്പൊ സ്പൈഡർമാൻ ഡോക്ടർ ഒക്ടോവിയസിനോടുള്ള ഫൈറ്റെല്ലാം നിർത്തിയിട്ട് നേരെ മേരി ജെയിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഒരു സെക്കൻഡ് വൈകിട്ടുണ്ടെങ്കിൽ ആ തീഗോളത്തിന്റെ ഉള്ളിലേക്ക് മേരി ജെയിൻ പോകും. പിന്നീട് അവളുടെ പൊടി പോലും കിട്ടില്ല. മേരി ജെയിന് കെട്ടിവെച്ചിരുന്ന ആ തൂണ് വരെ അടർന്നു പോയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ സ്പൈഡർമാൻ അവന്റെ വല ഉപയോഗിച്ചിട്ട് മേരി ജെയിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി എടുക്കുകയാണ്. അവളുടെ കാലിലെ ആ ഒരു ചങ്ങലയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അടുത്തെത്തിയ സമയത്ത് ഉരുക്കി അവിടെ തീർന്നു പോവുകയാണ്. പിന്നീട് വളരെയധികം ശക്തിയോടുകൂടി തന്നെ മേരി ജെയിനെ സ്പൈഡർമാൻ വലിച്ചു പുറത്തേക്ക് എടുക്കുകയാണ്. തൽക്കാലം അവൾ രക്ഷപ്പെട്ടു. അവളുടെ ദേഹത്ത് ഇപ്പോൾ ഇരുമ്പിന്റെ അംശമില്ല, ഇരുമ്പുണ്ടെങ്കിലാണ് വലിച്ചെടുക്കുക ആ ഒരു ഗോളം. ഇപ്പൊ സ്പൈഡർമാന്റെ ശ്രദ്ധ ഫൈറ്റിലല്ലോ, അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒക്ടോവിയസ് പെട്ടെന്ന് തന്നെ സ്പൈഡർമാനെ തോപ്പിക്കുകയാണ്. തട്ടി തെറിപ്പിച്ചു കളഞ്ഞു. സ്പൈഡർമാൻ വലിയൊരു ഇരുമ്പിന്റെ ദണ്ടിൽ പോയി തട്ടി നിലത്തി വീഴുകയാണ്. എണീക്കാൻ കഴിയുന്നില്ല ഇപ്പൊ സ്പൈഡർമാന്. തളർന്നു പോയ സ്പൈഡർമാന്റെ കാലിൽ തന്നെ ഡോക്ടർ ഒക്ടോവിയസിന്റെ ആ ഒരു കൈകൾ ചെന്ന് പിടിക്കുകയാണ്. എന്നിട്ട് അവനെ തൂക്കിയെടുത്തു. ഇപ്പൊ ഡോക്ടർ ഒക്ടോവിയസിന്റെ മറ്റൊരു കൈ കൊണ്ട് സ്പൈഡർമാനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് മേരി ജെയിൻ എന്ത് ചെയ്തു, ഒരു വടിയുമായിട്ട് ഡോക്ടർ ഒക്ടോവിയസിനെ തലക്കടിക്കാൻ വരികയാണ്. പക്ഷേ അവന്റെ കൈകൾക്ക് ചുറ്റും കണ്ണുകളാണല്ലോ. മേരി ജെയിനും തട്ടി തെറിപ്പിച്ച് ആ കൈകളിലെ ഒരു കൂർത്തതായിട്ടുള്ള ഒരു ലോഹം പുറത്തേക്ക് വരുത്തിച്ച് അതുകൊണ്ട് സ്പൈഡർമാനെ കുത്തി കൊല്ലാൻ നിൽക്കുമ്പോൾ സ്പൈഡർമാൻ എന്ത് ചെയ്തെന്നോ, അവിടെ ഉണ്ടായിരുന്ന അങ്ങോട്ടേക്ക് വൈദ്യുതി എത്തിക്കുന്ന വലിയ വയറുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ അവൻ്റെ വലകൾ ഉപയോഗിച്ചിട്ട് പൊക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ ഒക്ടോവിയസ് കുത്തിയത് നേരെ ആ വയറിലേക്ക് അങ്ങ് കയറി. അപ്പോൾ അതിൽ നിന്നും ഷോക്ക് നേരെ അയാളുടെ ദേഹത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സ്പൈഡർമാൻ അവിടെ നിന്നും വേഗം പോയത് എങ്ങോട്ടേക്കാണ്, ആ മെഷീനിലേക്ക് വൈദ്യുതിയുടെ പവർ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ആ വയറുകളെല്ലാം വലിച്ചു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ ഓഫ് ആകുമല്ലോ. ഇപ്പോൾ സ്പൈഡർമാൻ സകല ശക്തിയും എടുത്തിട്ട് ആ വയറുകൾ ശക്തിയായിട്ട് തന്നെ വലിച്ചങ്ങ് പൊട്ടിച്ചു. മുഴുവൻ വയറും, അതായത് വണ്ണമുള്ള വയറുകളായിരുന്നു, എല്ലാം പൊട്ടി വന്നു. അതോടൊപ്പം തന്നെ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഒക്ടോവിയസ് അവിടെ നിന്ന് തെറിച്ചു പോവുകയാണ്. ഇപ്പോൾ സ്പൈഡർമാൻ ആ ഒരു തീഗോളത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു ഊർജ്ജം ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വൈദ്യുതിയുടെ ആ ഒരു കണക്ഷൻ നിർത്തിയിട്ടും അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സ്പൈഡർമാൻ പറയുകയാണ്, ഇനി എന്ത് ചെയ്യണം, ഇതെങ്ങനെ നിർത്തിക്കും? ഓരോ നിമിഷം കഴിയും തോറും ആ ഒരു തീഗോളത്തിന്റെ ശക്തി ഉണ്ടല്ലോ, അത് വല്ലാതെ അങ്ങ് കൂടിക്കൂടി വരികയാണ്. ആ ചുറ്റുഭാഗത്തുള്ള എല്ലാ ലോഹങ്ങളെയും അത് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അപ്പുറമുള്ള, അതായത് ആ ഒരു ദ്വീപിന്റെ അപ്പുറമുള്ള ഇരുമ്പുകൾ വരെ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അത്രത്തോളം കാന്തിക ശക്തിയായിരുന്നു ആ ഒരു ഗോളത്തിന്. ഇപ്പോൾ അതേ സ്ഥലത്ത് കുറച്ച് അപ്പുറത്തായിട്ട് തെറിച്ച് വീണ് ബോധം കെട്ട് ഇടുകയായിരുന്നല്ലോ ഒക്ടോവിയസ്. അവനിപ്പോൾ ചെറിയ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് സ്പൈഡർമാൻ ചെന്നിട്ട് പറയുകയാണ്, ഡോക്ടർ ഒക്ടോവിയസ്, നിങ്ങൾ ഇത് കണ്ടില്ലേ, സംഭവിക്കുന്നതെല്ലാം കണ്ടില്ലേ, ഇതൊന്ന് നിർത്തൂ. സ്പൈഡർമാൻ ഇപ്പോൾ അവൻ്റെ മുഖം മൂടി ഊരി മാറ്റിയിട്ട് തന്നെ ഡോക്ടർ ഒക്ടോവിയസിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. സ്പൈഡർമാൻ്റെ ആ മുഖം കണ്ട സമയത്ത് ഡോക്ടർ ഒക്ടോവിയസ് ഞെട്ടിപ്പോയി. കാരണം അയാൾ ഒരുപാട് സ്നേഹിച്ച അയാളുടെ ഒരു ചെറിയ ശിഷ്യൻ തന്നെയായിരുന്നു പീറ്റർ പാർക്കർ. പീറ്റർ, ഇത് നീയായിരുന്നു. വാത്സല്യത്തോടു കൂടി തന്നെ എന്താ പറയുക, ഒരു സാധാരണ ആ പഴയ ഡോക്ടർ ഒക്ടോവിയസ് ആയിട്ട് തന്നെ ഇപ്പോൾ അയാൾ പീറ്ററിനെ നോക്കുകയാണ്. ഇപ്പോൾ പീറ്റർ പറയുകയാണ്, ഡോക്ടർ ഒക്ടോവിയസ്, നിങ്ങൾ കാണുന്നില്ല ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെ പെട്ടെന്ന് തന്നെ ഓഫാക്കൂ അല്ലെങ്കിൽ നിർത്തലാക്കൂ. അതിനെ നിർത്തണം എന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർ ഒക്ടോവിയസിന്റെ മനസ്സ് മാറുകയാണ്. അതായത് അവന്റെ മനസ്സിനെ ആ ഒരു മിഷനുകൾ കൺട്രോൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഒക്ടോവിയസിന്റെ ഒരു കൈ ചെന്നിട്ട് സ്പൈഡർമാന്റെ പീറ്റർ പാർക്കറിന്റെ കഴുത്തിൽ തന്നെ ഇറക്കി പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിനെ ഓഫാക്കാൻ ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല, എനിക്കത് പൂർത്തിയാക്കണം. പക്ഷെ അതിനെതിരായി ആര് നിന്നാലും, ഇനിയിപ്പോൾ നീയാണെങ്കിലും ശരി, ഞാൻ കൊന്നു കളഞ്ഞിരിക്കും. സ്പൈഡർമാന്റെ കഴുത്തിന് തന്നെയായിരുന്നു ആ കൈകൾ പിടിച്ചത്. അവനിപ്പോൾ മര്യാദക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ചെറിയ രീതിയിൽ തന്നെ അവനിങ്ങനെ പറയുന്നുണ്ട്, ഡോക്ടർ, നിങ്ങൾ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ, മനുഷ്യരുടെ കഴിവുകൾ, എൻ്റെ കഴിവുകൾ മനുഷ്യരാശിക്ക് വേണം ഉപയോഗിക്കാനെന്ന്. മനുഷ്യരെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചില്ല, അവർക്ക് നന്മ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ലേ. ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, വലിയൊരു കൂട്ടം ജനത തന്നെ നശിച്ചു പോകാൻ പോവുകയാണ്. പീറ്ററിന്റെ ഈ ഒരു വാക്കുകൾ ഡോക്ടർ ഒക്ടോവിയസിന്റെ മനസ്സിനെ ഇങ്ങനെ സ്വാധീനിക്കുകയാണ്. അവന്റെ മുഖം മാറുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് മാറുമ്പോൾ തന്നെ ആ ഒരു റോബോട്ടിക് ആംസ് ഉണ്ടല്ലോ,
ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അവറ്റകൾ ഈ ഡോക്ടർ ഒക്ടോവിയസിന്റെ മനസ്സിനെ പിന്നെയും മാറ്റാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ ഒക്ടോവിയസ് അതിങ്ങൾക്ക് അടിമപ്പെട്ടില്ല. ഡോക്ടർ ഒക്ടോവിയസ് അതിനോട് തന്നെ പൊരുതി, മനസ്സുകൊണ്ട് തന്നെ പൊരുതുകയാണ്. ഞാൻ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുന്നു പറയുകയാണ്. ഇപ്പൊ പതിയെ പീറ്ററിന്റെ കഴുത്തിൽ നിന്നും ആ ഒരു കൈ വിട്ടു പോവുകയാണ്. അതായത് നല്ലവനായ ഡോക്ടർ ഒക്ടോവിയസ് ആ ഒരു മെഷീനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പീറ്റർ ചോദിക്കുകയാണ്, ഡോക്ടർ ഇതിനെങ്ങനെ നിർത്താൻ കഴിയും? ഇപ്പൊ ഡോക്ടർ ഒക്ടോവിയസ് പറയുകയാണ്, പീറ്റർ അതിനെ ഒരിക്കലും നിർത്താൻ കഴിയില്ല, അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വലുതായിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോ എന്താണ് ഒരു വഴി ഡോക്ടർ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു സ്പൈഡർമാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിനെ ഈ നദിയിൽ താഴ്ത്തി കളയണം. കേട്ട പാതി കേൾക്കാത്ത പാതി ആ സെക്കൻഡിൽ തന്നെ സ്പൈഡർമാൻ അതിനു വേണ്ടി പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടർ ഒക്ടോവിയസിന്റെ ആ ഒരു കൈകൾ സ്പൈഡർമാനെ പിടിക്കുകയാണ്. പക്ഷേ അത് സ്പൈഡർമാനെ തടയാനല്ലായിരുന്നു. ഡോക്ടർ ഒക്ടോവിയസ് പറയുകയാണ്, വേണ്ട, അത് ഞാൻ ചെയ്തോളാം. ഇപ്പൊ ഡോക്ടർ ഒക്ടോവിയസ് അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അതിൻ്റെ അടുത്ത് എത്താനായ സമയത്ത് അദ്ദേഹം ഡോക്ടർ ഒക്ടോവിയസ് സ്പൈഡർമാൻ അങ്ങനെ നോക്കുകയാണ്. അതായത് ആ ഒരു നോട്ടത്തിൽ അദ്ദേഹത്തിന്റെ വലിയൊരു പശ്ചാത്താപം തന്നെ ഉണ്ടായിരുന്നു, ഇത്രയും കാലം കാട്ടിക്കൂട്ടിയതിന്റെ. മുഖം മൂടി ഊരി നിൽക്കുന്ന സ്പൈഡർമാനെ കുറച്ച് അപ്പുറത്ത് നിന്നും മേരി ജെയിൻ ഇങ്ങനെ കാണുന്നുണ്ട്. അവൾ ആകെ സ്റ്റക്കായി പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷവും. കാരണം എന്നോ ഒരിക്കൽ അവൾ ആഗ്രഹിച്ചിരുന്നു സ്പൈഡർമാൻ അത് പീറ്റർ തന്നെ ആയിരിക്കണമേ എന്ന്. അവളിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് എല്ലാം മതിമറന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് അവളുടെ തൊട്ട് പിന്നിലുണ്ടായിരുന്ന വലിയൊരു ഇരുമ്പിന്റെ ചുമര് പോലെയുള്ള എന്തോ ഒരു വസ്തു അവളുടെ ദേഹത്തേക്ക് വീഴാൻ വരുന്നത്. സ്പൈഡർമാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അതിനെ പിടിക്കുകയാണ്. ഇതേ സമയത്ത് ഡോക്ടർ ഒക്ടോവിയസ് അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു മെഷീൻസിനെയൊക്കെ അദ്ദേഹത്തിന്റെ ആ ഇരുമ്പ് കൈകൾ കൊണ്ട് തന്നെ പിഴുതെറിയുകയാണ്. അദ്ദേഹം അതിങ്ങനെ പിഴുതെടുക്കും തോറും ആ ഭാഗത്തുണ്ടായിരുന്ന, അതായത് ആ ഒരു സ്ഥലം മുഴുവനായിട്ടും തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് സ്പൈഡർമാൻ പെട്ടെന്ന് തന്നെ മേരി ജെയിൻ എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ അവസാനം ഡോക്ടർ ഒക്ടോവിയസ് ആ ഒരു മെഷീനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയാണ്. ആ ഒരു തീഗോളം നദിയിലേക്ക് പതിയെ താണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡോക്ടർ ഒക്ടോവിയസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു മരണശിക്ഷ വിധിക്കുകയായിരുന്നു, അവൻ ചെയ്ത കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും വേണ്ടി. അങ്ങനെ ആഴമേറിയ ആ നദിയിലേക്ക് ആ വലിയ തീഗോളവും ഡോക്ടർ ഒക്ടോവിയസും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ജലമെല്ലാം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. ഇതേ സമയം മേരി ജെയിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തന്നെ സ്പൈഡർമാൻ അവിടെ നിന്ന് പോയിരുന്നല്ലോ. ഇപ്പൊ മേരി ജെയിനും സ്പൈഡർമാനും സംസാരിക്കുകയാണ്. അതായത് മനസ്സിലായല്ലോ സ്പൈഡർമാൻ ആരാണെന്നുള്ള കാര്യം, പാർക്കർ ആരാണെന്നുള്ള കാര്യം. ഇപ്പൊ മേരി ജെയിൻ പറയുകയാണ്, പാർക്കർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് നീ തന്നെ ആയിരിക്കുമെന്ന്, എനിക്കതിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പാർക്കർ പറയുകയാണ്, മേരി ഇപ്പൊ മനസ്സിലായല്ലേ എന്തുകൊണ്ട് എനിക്ക് എല്ലാവരെയും പോലെ ആകാൻ കഴിയുന്നില്ല എന്ന്. സ്പൈഡർമാനാണ് ഞാൻ, അതോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. എൻ്റെ ശത്രുക്കൾ ചിലപ്പോൾ നിന്നെയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ ഇപ്പോഴത്തെ പോലെ നിനക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല. ഇപ്പൊ വളരെയധികം വിഷമത്തോടു കൂടി തന്നെ മേരി ജെയിൻ അത് കേൾക്കുകയാണ്. അവളിങ്ങനെ കരയുന്നുണ്ടായിരുന്നു. പിന്നീട് സ്പൈഡർമാൻ അവളെ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാരും മേരി ജെയിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ജെയിംസിന്റെ മകനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ അങ്ങോട്ട് വന്നപാട് തന്നെ മേരി ജെയിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ ഒരു കാര്യം കുറച്ച് അപ്പുറത്ത് നിന്നുണ്ടായിട്ട് സ്പൈഡർമാൻ നോക്കി കാണുന്നുണ്ട്. ഇതേ സമയം മറ്റൊരിടത്ത് ഹാരിയുടെ വീട്ടിൽ ഹാരിയുടെ മനസ്സിൽ അവൻ്റെ അച്ഛന് സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മനസ്സിലെ ആ ഒരു പ്രതികാരം, തിന്മ, അതിങ്ങനെ ഒരു പ്രതിബിംബമായിട്ട് അവരുടെ മുന്നിലേക്ക് വരികയാണ്. ഹാരിയുടെ മനസ്സിൽ ആ ഒരു തിന്മ വന്നത് അവൻ്റെ അച്ഛൻ്റെ രൂപത്തിൽ തന്നെയായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ രൂപത്തിൽ വന്ന ആ ഒരു തിന്മ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹാരി മനസ്സിലായില്ലേ സ്പൈഡർമാൻ ആരാണെന്ന്, നിന്റെ പ്രതികാരം അത് വീട്ട്, ആരാണെന്ന് നോക്കണ്ട, പാർക്കറാണെന്നോ കൂട്ടുകാരനോ ഒന്നും നോക്കണ്ട. ആ ഒരു പ്രതിബിംബത്തെ ഹാരി കണ്ടത് ഒരു കണ്ണാടിയിലൂടെ ആയിരുന്നു. അവനിപ്പോൾ പറയുകയാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുള്ള ആ കത്തി ഉണ്ടല്ലോ അത് ആ കണ്ണാടിയിലേക്ക് അറിയാണ്. കണ്ണാടി തകർന്നു വീണു. പക്ഷെ ആ കണ്ണാടിയുടെ മറുഭാഗം എന്ന് പറയുന്നത് അത് വലിയൊരു അറയായിരുന്നു. അവൻ്റെ അച്ഛൻ ഓസ്ബോണിന്റെ രഹസ്യമായ അറ, ഓസ്ബോൺ ഉപയോഗിച്ച ബോംബുകൾ, അവൻ്റെ ആയുധങ്ങൾ, അവൻ്റെ വസ്ത്രങ്ങൾ, അതെല്ലാം അവിടെ തയ്യാറായി നിന്നിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഇന്ന് മേരി ജെയിൻ്റെ കല്യാണമാണ്. ചർച്ചിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെയിംസിന്റെ മകനും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ഒരു ലെറ്റർ ഒന്ന് കൊടുക്കുകയാണ്. ആ സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായി മേരി ജെയിൻ ഇവിടുന്ന് പോയെന്ന്. അവള് നേരെ പോയത് പീറ്ററിന്റെ മുറിയിലേക്കായിരുന്നു. അവളിപ്പോൾ പാർക്കറിന്റെ അടുത്ത് പറയുകയാണ്, പാർക്കർ എന്ത് തന്നെ സംഭവിച്ചോട്ടെ, നീ ആരും ആയിക്കോട്ടെ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കരയുകയാണ്. ഇതേ സമയത്ത് പുറത്തു നിന്നും പോലീസുകാരുടെ ആ ഒരു വാഹനത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പൊ മേരി ജെയിൻ പീറ്ററിന്റെ അടുത്ത് പറയുകയാണ്, സ്പൈഡർമാൻ നിനക്കുള്ള ജോലി അതാ, പോയി ചെയ്യടാ. പിന്നീട് സ്പൈഡർമാൻ അവിടെ നിന്ന് പോവുകയാണ്. മേരി ജെയിൻ ഇതിങ്ങനെ നോക്കുന്നുണ്ട്. ഈ കഥയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ 60% പ്രണയമാണ് പീറ്ററിന്റെയും മേരി ജെയിന്റെയും. ബാക്കിയുള്ളതൊക്കെ ആ ഒരു 40% മാത്രമേ പെടുകയുള്ളൂ. അപ്പോൾ പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ആ കഥ പറഞ്ഞു തരാൻ എനിക്ക് ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിനർ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.